ഹായ് ഹലോ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കൂട്ടുകാരെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം 2 ട്രിപ്പായിട്ട് ഇഡലി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് മാവ് ബാക്കി വന്നപ്പോഴത്തേക്ക് ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ദോശ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എണ്ണ തൂക്കുന്ന ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്, എണ്ണ തൂക്കേണ്ട ആവശ്യം വരുന്നില്ല. എങ്കിലും ദോശയൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എണ്ണ ഒന്ന് തൂക്കണമല്ലോ. അപ്പോൾ അതിന് നമ്മുടെ ബ്രഷ് ഒന്ന് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ദോശ മൊരിയിച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഒരു കഷ്ണം സവോള ഉള്ളിയില്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നമുക്ക് എണ്ണ തൂക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ എണ്ണ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. അങ്ങനെ കാപ്പൂടി എല്ലാം കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോൾ അനുക്കുട്ടിക്ക് ഒരു അവിയൽ കഴിക്കണമെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് അവിയലിൻ്റെ കഷ്ണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരിഞ്ഞെടുക്കാൻ പോവുകയാണേ. ആദ്യം ചേന ചെന്ന് തൊട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് കേട്ടോ. അയ്യോ, ആദ്യം ചേന ചെത്തണ്ടായിരുന്നു. കാര്യം ഇതിൻ്റെ തൊലി കൊണ്ടുവന്ന് അടുപ്പിലിട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മുടെ കൈ നന്നായിട്ട് ചൊറിയും. അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടിട്ടാണെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ ആ ചേന ചെത്തിയതൊന്ന് മാറ്റി വെച്ച് കേട്ടോ. ബാക്കി ലാസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് വെള്ളരിക്ക എടുത്തിട്ടാണ് പിന്നെ ചെത്തിയത്. ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഇട്ടതിന് ശേഷം ലാസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുറച്ച് ചക്കക്കുരു ഇവിടെ പൊളിച്ച് അരിഞ്ഞ് ഇത് അനുക്കുട്ടി നേരത്തെ ചെയ്ത് വെച്ചാണ് കേട്ടോ. അപ്പോൾ ചക്കക്കുരു ഉണ്ട്. കാപ്പിയുടെ പരിപാടി നടക്കുമ്പോൾ തന്നെ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പോയാണ്. അപ്പോൾ 2 പച്ചക്കയുണ്ട്, പിന്നെ പടവലങ്ങയുണ്ട്, ക്യാരറ്റ്, വെള്ളരി, ചേന, ഇത്രയൊക്കെ ഉള്ളു. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഒരു അവിയൽ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കേട്ടോ. പെട്ടെന്ന് ഒരു അവിയൽ കൂട്ടണമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കിയൊക്കെ എടുക്കല്ലേ. അപ്പോൾ ഇത്രയും കഷ്ണങ്ങൾ തന്നെ ഉണ്ട്, ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് അരിഞ്ഞൊക്കെ എടുക്കേണ്ട. അപ്പോൾ പടവലം ഞാൻ പകുതി എടുക്കുന്നുള്ളൂ, കൂടുതലൊന്നും അരിഞ്ഞ് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും ഒന്നും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ കഴിക്കാൻ എല്ലാവർക്കും മടിയാവും. അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിൽ പിന്നെ ഇത് പോകും. അങ്ങനെ കുറച്ച് ഞാൻ എടുത്തുള്ളൂ കേട്ടോ കഷ്ണങ്ങളൊക്കെ. എന്നാലും ഇത് വൈകുന്നേരത്തൊക്കെ തന്നെ ഉണ്ട്. ഇത്രയും കഷ്ണങ്ങളാണെങ്കിൽ പോലും ഇത് നമുക്ക് വൈകുന്നേരം കൂട്ടാനും ഉണ്ടാവും. അപ്പം ഞാനതെല്ലാം ഒന്ന് അരിഞ്ഞൊക്കെ അതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാം കളഞ്ഞൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വയ്ക്കണം കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ഞാനത് അരിഞ്ഞെടുക്കുകയുള്ളൂ. പറയാൻ പറ്റത്തില്ലല്ലോ, ഇതൊക്കെ വിഷം അടിച്ചൊക്കെ വരുന്ന പച്ചക്കറികളാണെങ്കിലോ. അതുകൊണ്ട് ഞാനിതെല്ലാം മഞ്ഞൾപ്പൊടി ഇട്ട് കഴുകിയിട്ടാണ് പിന്നെ ഒന്ന് അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് ഞാൻ ആ ചേനയും കൂടെ ഒന്ന് ചെത്തിയെടുക്കണേ. അപ്പോൾ അധികം ചൊറിച്ചിലൊന്നും തോന്നിയില്ല കേട്ടോ. ചെറുതായിട്ട് അവിടെ എനിക്ക് ചെറിയ ചൊറിച്ചിലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു കൈക്ക്. അങ്ങനെ ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് ചെത്തിയിട്ടേച്ചാണ് പിന്നെ മഞ്ഞൾ പൊടി കൊണ്ടുവന്ന് അതിലേക്കൊക്കെ ഇട്ട് വെച്ചത്. അപ്പോൾ ചേന ഞാൻ അതിൻ്റെ ഒരു കഷ്ണം മാറ്റി വെച്ചിട്ട് ബാക്കി ചേന എടുത്തിട്ടുണ്ടായിരുന്നു. പച്ചയ്ക്ക ഞാനിവിടെ എടുത്തത് ഏത്തക്കയാണ് കേട്ടോ. സാധാരണ നമ്മൾ അവിയലിനകത്ത് ഏത്തക്കയുടെ തൊലിയൊക്കെ ഇടാറുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഏത്തക്കയുടെ തൊലി കളയാതെ തന്നെയാണ് എടുത്തത്. ആ ചേനയും പടവലങ്ങയും കൂടെ ഞാൻ മാറ്റി വെക്കുകയാണ്. അപ്പോൾ അത്രയും കഷ്ണങ്ങൾ മതി നമുക്ക് അവിയൽ ഉണ്ടാക്കാനായിട്ട്. മുരിങ്ങക്കോലൊന്നുമില്ല. ഇപ്പോൾ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ എല്ലാം ഒന്ന് കഴുകി വാരി അതാത് പാത്രത്തിലിട്ട് വെച്ചിരിക്കണം. പച്ചയ്ക്ക് ഞാൻ വേറെ സെപ്പറേറ്റാണ് ഇട്ടത് കേട്ടോ. മഞ്ഞൾപ്പൊടി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് നമുക്കതിലേക്ക് ഇത് കഷ്ണങ്ങളെല്ലാം ഒന്ന് കഴുകി വാരി ഞാൻ പാത്രത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം തന്നെ ഞാൻ ചേന ഇട്ടിട്ടുണ്ട്, പിന്നെ ചക്കക്കുരു, പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം ഇടണം. പച്ചയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. അവിയലുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ ഈ ചെയ്തത് കൊണ്ട് ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, കഷ്ണങ്ങൾക്ക് ഒരു കളറൊക്കെ കിട്ടണ്ടേ. അപ്പോൾ കഷ്ണത്തിലും മഞ്ഞൾപ്പൊടി ഇടും. പിന്നെ അരയ്ക്കുമ്പോൾ തേങ്ങ ചതക്കുമ്പോഴും അല്പം ഇടുന്നുണ്ട്. അപ്പോൾ ഉപ്പുമൊക്കെ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് വെള്ളരിക്ക ചേർത്തിരിക്കുന്നത് കൊണ്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഇത് വിസിൽ അടുപ്പിക്കത്തില്ല. വിസിൽ വരാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടേക്കും. അപ്പോൾ വിസിൽ വന്നു കഴിഞ്ഞാൽ കഷ്ണങ്ങളെല്ലാം വെന്തലിഞ്ഞു പോകും. അപ്പോൾ ഇത് 1/2 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് അടുപ്പിലേക്ക് വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിൽ അടിക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളത് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ ജീരകവും വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഒരു കഷ്ണം, പിന്നെ കറിവേപ്പില, പിന്നെ അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരു പിഞ്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഞാൻ ചതച്ചൊന്ന് എടുക്കാൻ വേണം. ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം കണ്ട ഒട്ടും അങ്ങ് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല.
ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പുളിക്ക് ഇതിലേക്ക് മാങ്ങയോ തക്കാളിയോ ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഞാനിതിലേക്ക് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്, വാളംപുളി. അപ്പോൾ അതിന് ഞാൻ ഒരു പിഞ്ച് പുളി എടുത്ത് അല്പം വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കാൻ പോയാണ്. എന്നിട്ട് നമ്മൾ ഈ അരപ്പിലേക്ക് അല്പം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ദേ ഞാൻ വാളംപുളി എടുത്തിട്ടുണ്ട്. വാളംപുളി കാണുമ്പോൾ തന്നെ കൊതി വരുമല്ലേ നാവിൽ. വാളംപുളി ഞാൻ ദേ ഒരു പിഞ്ച്, ഒരുപാടൊന്നും വേണ്ട, പുളി അധികമൊന്നും വേണ്ട. ഇവിടെ അധികം പുളിയൊന്നും ചേർക്കണ ഇഷ്ടമല്ല, അതുകൊണ്ട് ഒരു പിഞ്ച് മാത്രമേ ഞാൻ അതിൽ നിന്ന് എടുക്കുന്നുള്ളൂ. വാളംപുളി കറിയിലൊക്കെ നമ്മൾ ഇതുപോലെ ചേർക്കാനൊക്കെ എടുക്കുമ്പം കഴിച്ചു നോക്കാറുണ്ടോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊതി വന്നിട്ടുണ്ടോ എന്ന് കമൻറ്റ് ഇട്ടേക്കണേ. അപ്പോൾ ഞാൻ ദേ ഒരു പിഞ്ച് മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ദേ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് കുതിർത്തെടുക്കാൻ പോയണേ. അപ്പോൾ ബാക്കി ഞാൻ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ദേ അല്പം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുതിർന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ അരപ്പ് കൂട്ടിയതിലേക്ക് അല്പം ഒഴിച്ചു കൊടുക്കാൻ വേണം. ആവശ്യത്തിന് മാത്രം ആദ്യം അല്പം ഒഴിച്ച് നോക്കിയിട്ട് പിന്നെ പോരെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. സാധാരണ ഞാൻ തക്കാളിയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ അനുക്കുട്ടിക്ക് തക്കാളി ചേർക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തക്കാളി ചേർക്കാഞ്ഞത്. എനിക്ക് ചെറിയ പുളി രസമാണ് കൂടുതലിഷ്ടം. അപ്പോൾ വാളംപുളിയേക്കാളും എനിക്ക് തക്കാളി ചേർത്ത് അവിയലുണ്ടാക്കുന്ന കൂടുതലും ഇഷ്ടം. അപ്പോൾ അനുക്കുട്ടിയുടെ ആഗ്രഹം കൊണ്ട് ഞാൻ വാളംപുളി മാത്രമാണ് ചേർത്തത്, തക്കാളി ചേർത്തിട്ടില്ല. പിന്നെ അത് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ തൂകി എടുക്കുകയാണ് കേട്ടോ. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചേക്കാം. അപ്പോൾ നമ്മൾ കഴിക്കാൻ സമയമാകുമ്പോൾ നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ഇഡലിക്ക് ഉണ്ടാക്കിയ സാമ്പാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ സാമ്പാറും എടുത്ത് വെച്ചിട്ടുണ്ട്. രാവിലത്തെ കൂടുതൽ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒഴിച്ചുകറിയായിട്ട് അതുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇന്നലെ കുറച്ച് മോര് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളരിക്ക ഇട്ടിട്ട് മോര് കാച്ചിയതുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മീനൊന്നും വാങ്ങിയിട്ടുമില്ല. അപ്പോൾ ഒരു എരിവിനായിട്ട് നമുക്ക് നോക്കിയിട്ട് ഒന്നുമില്ല, മോര് കാച്ചിയതും ഒക്കെ അല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ കുറച്ച് വെണ്ടയ്ക്ക ബാലൻസ് ഇരുന്നാണ് കേട്ടോ. സാമ്പാറിന് എടുത്തതിൻ്റെ ബാക്കി വെണ്ടയ്ക്ക ഇരുന്നൊന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, മുളകിലൊന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഉച്ചയായപ്പോഴത്തേക്ക് ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊന്നും വാങ്ങിയിട്ടുമില്ല, ഒന്നും വെച്ചിട്ടുമില്ല. അങ്ങനെ ഇതൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഊണ് കഴിച്ചത്. പിന്നെ അതേ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മോള് ക്ലാസ്സും കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് പോയി ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് അവിയലുണ്ടാക്കിയപ്പോൾ ഏത്തയ്ക്ക കൂടുതലുണ്ടായിരുന്നേ. അപ്പോൾ ചിപ്സ് വറുക്കാൻ വേണ്ടിയിട്ട് ഞാനത് എടുത്തിട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ കാല് വേദന എടുത്തിട്ട് എനിക്ക് കാല് വേദന എടുത്തിട്ട് ഞാൻ മുകളിൽ കയറി ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ചിപ്സ് വറുത്തത് ഇവിടെ കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഇത് അടുപ്പത്ത് ഇട്ടിരിക്കുകയാണേ. ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഇത് വറുത്ത് കോരുന്നത് കേട്ടോ. അപ്പോൾ അതും റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായയുടെ കൂടെ അതൊക്കെ കഴിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് അക്ഷയ സെൻറ്റർ വരെ പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ അക്ഷയയിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ സ്ത്രീ സുരക്ഷയുടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പോയിട്ട് സൈറ്റ് റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് അത് പോയി സാധിക്കാൻ പറ്റി. അപ്പോൾ അത് കഴിഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കയറിയിട്ടാണ് കേട്ടോ ഓട്ടോയിലാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. കൂട്ടുകാർക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.